മൂന്നാം LDF സർക്കാർ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഈ ചോദ്യം LDF കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട്, UDF കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരും ആ ചോദ്യം ഉയർത്തുന്നുണ്ട്. അതിന് അവർക്ക് കൃത്യമായ മറുപടിയുമുണ്ട്. ഒരിക്കൽ LDF സർക്കാർ വന്നാൽ പിന്നീട് UDF സർക്കാർ, അത് കഴിഞ്ഞാൽ LDF, അത് കഴിഞ്ഞാൽ UDF. അതാണ് കേരളത്തിൻ്റെ ഒരു പതിവ് രീതി. അടുത്ത കാലത്ത് അതാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരിക്കലും രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞവരുണ്ട് കേരളത്തിൽ. മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് റെഡിയായി നിന്ന രമേശ് ചെന്നിത്തല മന്ത്രിമാരുടെ പട്ടിക പോലും തയ്യാറാക്കിയിരുന്നു. പേഴ്സണൽ സ്റ്റാഫിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചിരുന്നു. പ്രധാനപ്പെട്ട സ്ഥലം മാറ്റങ്ങൾ, ഏതൊക്കെ വകുപ്പുകളിൽ ആരൊക്കെ ഇരിക്കണം എന്നുകൂടി തീരുമാനിച്ചിരുന്നു. ഉറപ്പായിരുന്നു UDF സർക്കാർ എന്നും. എന്നാൽ എല്ലാം തകിടം മറിഞ്ഞു. ഒന്നാം LDF സർക്കാരിന് തുടർച്ചയായി രണ്ടാം LDF സർക്കാർ വന്നു. ഇനി മൂന്നാം LDF സർക്കാർ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ നടക്കാനേ പോകുന്നില്ല. നേരത്തെ ഒരു കയ്യബദ്ധം പറ്റി കേരളത്തിലെ ജനങ്ങൾക്ക്, ഇനി സംഭവിക്കില്ല. ഇതാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നത്. എന്നാൽ LDF കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒന്നാമത് സർക്കാരിൻ്റെ പ്രവർത്തനം, ഒരു അഴിമതി ആരോപണം വരെ ഇതുവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷത്തിന് ഉയർത്തിയിരുന്നു, ഇല്ല എന്നല്ല, എല്ലാം കോടതി തള്ളുകയാണ് ചെയ്തത്. 10 വർഷത്തിനിടയിൽ ഏറ്റവും ഒടുവിൽ AI ക്യാമറ അഴിമതി കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അഴിമതി ആരോപണവും കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ, തെളിവ് സഹിതം കൊണ്ടുവരുവാൻ UDF നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അതെല്ലാം കൊണ്ടാണ് മൂന്നാം LDF സർക്കാർ തന്നെ വരുമെന്ന് ഉറപ്പിച്ചു പറയുന്നത് LDF കേന്ദ്രങ്ങൾ. ഇതിനൊക്കെ പുറമെ അടുത്ത കാലത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും കൂടി ഉണ്ടായിട്ടുണ്ട്. LDF വരും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ സംഭവിച്ചത്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു ദേവസ്വം ബോർഡ്. സർക്കാർ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടത് ആരൊക്കെ, ഏതൊക്കെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കണം എന്നൊക്കെ തീരുമാനിച്ചു ദേവസ്വം ബോർഡും സർക്കാരും ചേർന്നു. അപ്പോഴാണ് കേരളത്തിൽ പ്രതിഷേധമുയർന്നത്. LDF സർക്കാരിനെ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സർക്കാരിനെ ഒരിക്കലും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ധാർമ്മികമായ അവകാശമില്ല. ആ നീക്കത്തിൽ നിന്ന് പിന്തിരിയണം. ഇതാണ് ആവശ്യമുയർന്നു വന്നത്. ഉയർത്തിയത് BJP, RSS, സംഘപരിവാർ. UDFും ചേർന്നു. UDF എന്ന് വെച്ചാൽ UDFിലെ എല്ലാ ഘടകകക്ഷികളും ചേർന്നില്ല. പ്രതിപക്ഷ നേതാവ് അയ്യപ്പ സംഗമത്തിന് എതിരെ രംഗത്ത് വന്നു എന്ന് വെച്ചാൽ UDFും അയ്യപ്പ സംഗമത്തിന് എതിരെ രംഗത്ത് വന്നു. ധാർമ്മികമായി അവകാശമില്ല, ഇതാണ് പറയുന്നത്. കടത്തി BJP നേതാവ് കുറച്ചുകൂടി പറയുന്നുണ്ട്. ഒരു മതേതര സർക്കാരിന് എങ്ങനെ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ കഴിയും? ഒരു മതേതര സർക്കാരിന് എങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണം കൈയാളാൻ കഴിയും എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ മണ്ടത്തരം എന്നേ പറയാനുള്ളൂ. അത്തരം ചോദ്യങ്ങളൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുകയും ചെയ്തു. ചരിത്രം അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. അയ്യപ്പ സംഗമത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ BJPയും RSSും സംഘപരിവാറും UDFും ഒക്കെ പ്രതീക്ഷിച്ച പ്രധാനപ്പെട്ട ഒരു പിന്തുണയുണ്ട്. അത് NSSൽ നിന്നായിരുന്നു. പക്ഷേ NSS അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. തൊട്ടു പിന്നാലെ SNDP യോഗവും ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 3 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞാൽ നിർണായകമായ നിയമസഭ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട സർക്കാർ പരിപാടിക്ക് BJPയും സംഘപരിവാർ സംഘടനകളും UDFും ഒന്നിച്ചെതിർത്ത പരിപാടിക്ക് NSS പിന്തുണ പ്രഖ്യാപിക്കുന്നത്, SNDP യോഗം പിന്തുണ പ്രഖ്യാപിക്കുന്നത്. SNDP യോഗത്തിൻ്റെ പിന്തുണ മാറ്റിവെച്ചാലും NSSൻ്റെ പിന്തുണ വളരെ വളരെ നിർണായകമായിരുന്നു. കാരണം നേരത്തെ ശബരിമല പ്രശ്നം ഉയർത്തി വലിയ സമരം നയിച്ച സംഘടനയാണ് NSS. സമരം തുടങ്ങി വെച്ചത് NSS ആണ്. ആ സമരം പിന്നീട് UDFും BJPയും സംഘപരിവാർ സംഘടനകളും ഏറ്റെടുക്കുകയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതേ നിലപാട് ഇക്കാര്യത്തിലും NSS എടുക്കും എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ എടുത്തില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു.
ഇത് വലിയൊരു രാഷ്ട്രീയ സൂചനയാണ്. കേരളത്തിൽ മൂന്നാം സർക്കാർ LDF രൂപീകരിക്കും എന്നതിൻ്റെ കൃത്യമായ രാഷ്ട്രീയ സൂചന. കാരണം കേരളത്തിലെ പ്രമുഖമായ 2 സംഘടനകൾ പിന്തുണ കൊടുക്കുന്നു സർക്കാരിന്. NSS ഒരിക്കലും സർക്കാർ പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നോർക്കണം. ആ NSS ആണ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. SNDP യോഗവും രംഗത്ത് വന്നു. എന്തുകൊണ്ട്? UDF അധികാരത്തിൽ വന്നാൽ ചില സാമുദായിക സംഘടനകൾ അധികാരം കൈയാളും, അധികാരം പിടിച്ചെടുക്കും, കോൺഗ്രസ് ഒരു നോമിനൽ പാർട്ടിയായി ചുരുങ്ങും. ഇതാണ് NSS ഭയപ്പെടുന്നത്, ഇതാണ് SNDP ഭയപ്പെടുന്നത്. കേരളത്തിലെ UDF വന്നാൽ വർഗീയ സംഘടനകൾക്ക് ആധിപത്യമുള്ള സർക്കാരായിരിക്കും ഉണ്ടാകുക. അതൊരു യാഥാർത്ഥ്യമാണ്. ആരൊക്കെയാണ് UDFിലെ ഘടകകക്ഷികൾ? ആരൊക്കെയാണ് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നവർ? ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ. ജമാഅത്തെ ഇസ്ലാമിക്ക് അടുത്ത തവണ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു UDF. ഒന്നുകിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കും, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കും കൂടി സ്വീകാര്യനായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തും, അദ്ദേഹത്തെ മന്ത്രിയാക്കും. ഇതാണ് നീക്കം. അത് പരസ്യമായ രഹസ്യമാണ്. അതിനെ NSS പിന്തുണക്കുന്നില്ല, അതിനോട് NSS യോജിക്കുന്നില്ല, SNDP യോഗം യോജിക്കുന്നില്ല. അതുകൊണ്ട് UDF വരരുത്. UDF അധികാരത്തിൽ വന്നാൽ വർഗീയ സംഘടനകളുടെ സമ്മേളനമായിരിക്കും നടക്കുക. അതുകൊണ്ട് അത് വേണ്ട കേരളത്തിന് എന്ന തീരുമാനമെടുക്കുകയും ബദലായി BJPക്ക് വളർന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് ഏതാണ് NSSന് മുന്നിലുള്ള ഓപ്ഷൻ? മൂന്നാം സർക്കാർ LDF രൂപീകരിക്കട്ടെ എന്നത് തന്നെയാണ്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. അതുകൊണ്ടാണ് NSS പിന്തുണ പ്രഖ്യാപിച്ച അതേ സമയത്ത് SNDPയും പിന്തുണയുമായി വന്നത്. ചെറിയ കാര്യമല്ല. ഇത് കേരള രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു, ചലിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി മാറുകയാണ്. അതുകൊണ്ടാണ് ഉറപ്പിച്ചു പറയുന്നത്, അടുത്ത തവണ LDF അധികാരത്തിൽ വരും, മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകും. പിണറായി ഇല്ലെങ്കിൽ മൂന്നാം LDF സർക്കാർ ഉണ്ടാകും. LDFനെ നയിക്കുന്നത് പിണറായി തന്നെയായിരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാം LDF സർക്കാരിനെ നയിക്കുന്നതും പിണറായി തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട സംഘടനകളുടെ നിലപാടും കേരളത്തോട് വിളിച്ചു പറയുന്നത്.